ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലേഷ്യയിലെ പട്ടായയിലുള്ള നോങ് നൂച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. പട്ടായയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരെയാണ് ഈ വിനോദസഞ്ചാര പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഉദ്യാനത്തിൽ ഒരു തടാകം, ഓർക്കിഡ് നഴ്സറികൾ, വെള്ളച്ചാട്ടങ്ങൾ, വിശാലമായ മനോഹരമായ ഭൂപ്രകൃതി എന്നിവയുണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ഓരോന്നും നന്നായി കണ്ടുപോരുന്നതിന് ഏകദേശം ഒരു ദിവസം തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറിനകം കണ്ടിട്ട് പോരാവുന്നതാണ്. ഏകദേശം 600 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സസ്യോദ്യാനം ശരിക്കും അതിമനോഹരമാണ്. ഓരോ തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഓരോന്നും തിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓർക്കിഡ് സ്ഥലങ്ങളാണ്. നിറയെ ഓർക്കിഡുകളാണ്. അതിനോടൊപ്പം തന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടി ഉപയോഗിച്ചുള്ള വളച്ചുവാതിലുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അതും നമുക്ക് കാണാവുന്നതാണ്. അതിനിടയ്ക്ക് ഡൈനോസറുകളെയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഷെഡ് പോലെയും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. മനോഹരമായ ഒത്തിരി ചെടികൾ ഇവിടെയുണ്ട്. എണ്ണമറ്റ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് തവളകളെയും വിട്ടിലുകളെയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓർക്കിഡുകളുടെ ഒരു വൻ ശേഖരണം തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതൊരു ഗ്ലാസ് ഹൗസിലാണ്. വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത 4 സൈഡിലും മാത്രമല്ല, മുകളിലും താഴെയും എല്ലാം ചെടികളാണ്. അത് മനോഹരമായ സസ്യങ്ങൾ. നോങ് നൂച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന് മനോഹരമായ ഒരു സസ്യശാസ്ത്ര പർദീസം മാത്രമല്ല, സംരക്ഷണ ശ്രമങ്ങളുടെയും ഗവേഷണത്തിൻ്റെയും കേന്ദ്രം കൂടിയാണ്. 1954 നോങ് നൂ ടാൻസാച്ച് തുടങ്ങിയ ഈ ഒരു പഴത്തോട്ട ഉദ്യാനം വർഷങ്ങളായി ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഉദ്യാനത്തിലെ സസ്യങ്ങളുടെ ശേഖരം ശരിക്കും ശ്രദ്ധേയമാണ്. 1500-ലധികം ഇനം ഈന്തപ്പനകളും വിപുലമായ ഉഷ്ണമേഖലാ സസ്യങ്ങളും ഇതിനകത്തുണ്ട്. തായ് ഗാർഡൻ, ബട്ടർഫ്ലൈ ഹില്ല്, സൈക്കാഡ് വാലി, ഓർക്കിഡ് ഡിസ്പ്ലേ ഗാർഡൻ, ഇങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെയും പ്രദേശങ്ങളുടെയും പ്രദർശിപ്പിക്കുന്ന വിവിധ തീം ഗാർഡനുകൾ സന്ദർശകർക്ക് ഒരു നല്ല അനുഭവം തന്നെ നൽകുന്നു. ഓരോ പൂന്തോട്ടവും അതത് പ്രദേശത്തിൻ്റെയോ തീമിൻ്റെയോ സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്നതിനായി സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് സൈഡിൽ നിന്ന് ഈ ഫോട്ടോ എടുക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ തുടങ്ങണമെന്നറിയില്ല. കാരണം എല്ലാം നമുക്ക് കണ്ണിന് ആനന്ദം തരുന്നതും അതിലേറെ ഭംഗിയുള്ളതുമാണ്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർക്ക് ചെടികളും ഡെക്കറേഷൻസും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വിശന്നിരുന്ന എലി പുന്നെല്ല് കണ്ട പോലെ ആയിപ്പോയി. അടക്കാനാവാത്ത ആവേശവും അതിലേറെ സന്തോഷവും തോന്നി. ചെടികളും പൂക്കളും എന്നും എല്ലാവർക്കും ഹരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര കണ്ടാലും മതി വരാത്ത, അതിലേറെ ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന അധ്വാനം, എത്ര പേരുടെ എത്ര നാളത്തെ അധ്വാനമായിരിക്കും ഇത്രയും മനോഹരമായി ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ഒരാൾ ഇതിനകത്ത് പ്രവേശിക്കുന്നതിന് ഇന്ത്യൻ റുപ്പീസ് 1065 രൂപ കൊടുക്കണം. ഇനിയും ബുഫേ കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ 1540 രൂപ നൽകണം. ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ നമുക്ക് തായ് ഫുഡ് ആസ്വദിക്കാവുന്നതാണ്.
ജീവിതത്തിലെ ഒരു നല്ല അനുഭവമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത്. ഇവിടെ ഓർക്കിഡിൻ്റെ സെക്ഷനാണ്. പല വെറൈറ്റി മനോഹരമായ പൂക്കളുമായിട്ട് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയ്ക്കും പല ചെടികളും ഉണ്ട്. മണ്ണുകൊണ്ടുള്ള ചട്ടികൾ ഉപയോഗിച്ചാണ് ഇവിടെ പല രൂപങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതും. അതിനിടയിൽ ആനക്കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കുകയും നമ്മളോടൊത്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ അത് സമ്മതിക്കുന്നുണ്ട്. അതിനിടെ തൊട്ട് തലോടാനായി വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് കയറി നമുക്ക് സവാരിക്ക് പോകാവുന്നതാണ്. ഇതിനുള്ളിലുള്ള ഒരു തടാകമാണിത്. ഇതിൻ്റെ സൈഡിലെല്ലാം മനോഹരമായ ഓരോ സൃഷ്ടികൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. മരങ്ങളും നമുക്ക് കാണാവുന്നതാണ്.
ഇവിടുത്തെ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. വീഡിയോയ്ക്ക് നീളം കൂടുന്നതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.